ഹലോ ഗായ്സ്, അപ്പം ഇന്നൊരു ബീച്ച് ട്രിപ്പ് നമുക്ക് കണ്ടാലോ. നമ്മുടെ ഈദ് ഹോളിഡേയ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തലേ ദിവസം തന്നെ ഒരു ബീച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഏർലി മോർണിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ സൺറൈസ് ആകുമ്പം തിരിച്ചു വരാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പോയിരുന്നത്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 4:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആൻഡ് ദെൻ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വീട് വരുന്നത് നമ്മുടെ റൂമിൽ നിന്ന് ഒരു 2 minutes ഒരു 5 minutesൻ്റെ ഉള്ളിലുള്ളൊരു സറൗണ്ടിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടോൺസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു പോയിരുന്നത്. നമ്മൾ ഈ ഒരു ടൈമിലൊന്നും അങ്ങനെ പുറത്തിറങ്ങാറില്ല. പുറത്തൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആൻഡ് നമ്മൾ ടോൺസിൻ്റെ അവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വന്നു. ആൻഡ് ഈ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ കൊലീഗ്സായിട്ട് നമ്മുടെ ഒരു ക്ലോസ് സർക്കിളായി മാറിയ ടീംസാണ്. അപ്പോൾ ആദ്യം അവനെ പിക്ക് ചെയ്തു. അതിന് കുറച്ചപ്പുറത്ത് തന്നെ നമ്മുടെ അടുത്ത ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനെയും പിക്ക് ചെയ്തു. അവനെ പിക്ക് ചെയ്യുമ്പോൾ അവനൊരു ചായ ഷോപ്പിൻ്റെ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞു നമുക്കൊരു ചായ സെറ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നമ്മളതൊക്കെ കുടിച്ചു. ആൻഡ് ദെൻ നമ്മൾ ടോൺസിൻ്റെ പൂക്കിമോൾ അപ്പം പുള്ളിക്കാരത്തിയും നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മൽക്കിയയിലോട്ട് പോവുകയാണ്. മൽക്കിയ ബീച്ച് അവിടെ നമ്മുടെ ബഹ്റൈനിലുള്ള മറ്റ് ബീച്ചസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത്തിരിയെങ്കിലും എന്താ പറയുക മെച്ചമുള്ളൊരു ബീച്ചാണെന്ന് പറയാം. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമ്മളായിരുന്നു ആദ്യം എത്തിയിരുന്നത്. നമുക്ക് വേറെ 2 ഫ്രണ്ട്സ് അവർ സെപ്പറേറ്റ് ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഒരേ ലൊക്കാലിറ്റിയിൽ നിന്നായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത്. അവരുടെ ഇതിൽ നിന്ന് വന്നു. അത് നമ്മൾ ആദ്യം തന്നെ ഒരു എൻട്രൻസിൽ കൂടെ കയറി. ആൻഡ് ദെൻ അവിടത്തോട്ട് ഷാനു മഞ്ജു ഇവരൊക്കെ വന്നതിന് ശേഷം അപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങൾക്ക് വൃത്തിയുള്ള വെള്ളം വേണോ വൃത്തിയില്ലാത്ത വെള്ളം വേണോ അങ്ങനെ നമ്മൾ അടുത്ത സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഭയങ്കര ഉപ്പായിരുന്നു വെള്ളത്തിന്. അതേ നമുക്കൊരു ഇഷ്യൂ ഉള്ളൂ. എന്തായാലും കടൽ വെള്ളത്തിന് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ആൻഡ് ദെൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തു. ആൻഡ് ദെൻ അവളുടെ ഒരു ഫേവറേറ്റ് പേഴ്സണാണ് നമ്മുടെ ഗ്യാങ്ങിലുള്ളതിൽ മഞ്ജു. കാരണം അവളുടെ എല്ലാ ഇതിനും പുള്ളിക്കാരത്തിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ട്. ആൻഡ് ദെൻ നമ്മളിങ്ങോട്ട് എന്താ പറയുക കുളിച്ചൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഇങ്ങോട്ടേക്ക് നടന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മളങ്ങ് ഏൽപ്പിച്ച്. ആൻഡ് ഇവർ 2 പേരും കൂടി അതൊക്കെ കെട്ടിപ്പെറുക്കി വന്ന്. ആൻഡ് ദെൻ ആസ് യൂഷ്വൽ കുറച്ചധികം പ്രഹസനങ്ങൾ, അതായത് ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ബിസി ടൈമിലും നമുക്കിങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകുന്ന ഏറ്റവും നല്ലത് നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയും. ആൻഡ് ദെൻ നമ്മളെല്ലാവരും സെയിം വൈബുള്ള ആളാണ്. അതായത് ഒരാൾ പോലും നമ്മളുടെ ഒരു ഇതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളത് ആരുമില്ല. എല്ലാത്തിനും ഒരു അരപിരി, അതായത് ആ ഒരു ഥറ ലെവൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആൻഡ് ദെൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോൾ ചെയ്ത് ഒരു ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ആകെയുള്ളൊരു സങ്കടം നാളെ മുതൽ ഓഫീസിൽ പോകണമല്ലോ എന്നുള്ളത് മാത്രമാണ്. ആൻഡ് ദെൻ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഷാനു പറഞ്ഞു അടിപൊളി ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വെജ് ഹോട്ടലിലോട്ട് കൊണ്ടുപോയി. നമ്മുടെ ഒരു ഓഫീസിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വരും. അപ്പോൾ ഇവനെന്നും അവിടെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അവിടുത്തെ എല്ലാ മെനുവിലുള്ള ഓരോ സാധനത്തിൻ്റെ പ്രൈസിങ് പോലും അവന് ബൈ ഹാർട്ടാണ്. ആൻഡ് ദെൻ പുള്ളിക്കാരൻ്റെ സജഷൻ പോലെ തന്നെ നമ്മൾ ഒരു മിനി താലി വാങ്ങി. ആക്ച്വലി പേര് മിനി താലി ആണെങ്കിലും അത് ഭയങ്കര വലുതായിരുന്നു. കാരണം അതിൽ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് സ്വീറ്റ്സിൻ്റെ ഒക്കെ ഭയങ്കര കളക്ഷൻസ് ആയിരുന്നു അവിടെ. നമ്മൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷം സ്വീറ്റ്സ് ആയാലും ഓരോന്നും പെറുക്കി ബൈ ദ വേ ടേസ്റ്റ് ആയാലും സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മളൊരു അടിപൊളി ഡേ അങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.